ഒരിക്കൽ കൂടി റോട്ടി ഫാക്ടർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാനലിൽ കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പിസ്സ നമ്മുടെ പ്രിയപ്പെട്ട പറാഠയുമായി യോജിപ്പിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് പറാട്സ. സ്വാദിഷ്ടമായ സ്റ്റഫിംഗ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പിസ്സ സോസിൽ മൊസറല്ല ചീസ് ചേർത്ത് പാചകം ചെയ്യുന്ന പറാഠ പാർട്ടികളിലും ചെറിയ ഫംഗ്ഷനിലും വിളമ്പാൻ അനുയോജ്യമാണ്. ഒരിക്കലെങ്കിലും ശ്രമിച്ച് നോക്കുക. പാചകം ചെയ്യുന്ന രീതി: 1 കിലോ നല്ല പഴുത്ത തക്കാളി വൃത്തിയാക്കി കത്തി കൊണ്ട് ചെറിയ വരകളിട്ട് കുറച്ചു നേരം നല്ല ചൂടുവെള്ളത്തിലിടുക. ഈ സമയം പറാട്സക്കുള്ള പറാഠ ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ ആട്ടയും 1/2 കിലോ മൈദയും മിക്സ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആട്ട മാത്രമോ ഇല്ലെങ്കിൽ മൈദ മാത്രം ഉപയോഗിക്കുക എന്നതാണ്. ഞാനിവിടെ ശരിയായ ടേസ്റ്റിന് വേണ്ടി രണ്ടും കൂടി 1 കിലോ എടുത്തിരിക്കുന്നതാണ്. അതിൽ ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ചേർത്ത് എണ്ണ നന്നായി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഡോ നല്ല മൃദുവായ ശേഷം 1 സ്പൂണോളം എണ്ണ ചേർത്ത് വീണ്ടും യോജിപ്പിച്ച് വൃത്തിയുള്ള തുണി കൊണ്ട് മൂടി മാറ്റി വയ്ക്കുക. തിളച്ച വെള്ളത്തിൽ നിന്നും ടൊമാറ്റോ മാറ്റി കുറച്ചു നേരം തണുക്കാൻ വെക്കുക. ടൊമാറ്റോയുടെ തൊലി ഇപ്പോൾ ഈസി ആയിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. ഇങ്ങനെ തൊലി മാറ്റിയ ടൊമാറ്റോ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 2-3 വറ്റൽമുളക്, 4-5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. ഒരു കടായിയിൽ 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ ഗാർലിക്, 3-4 പച്ചമുളക് എന്നിവ വളരെ ചെറുതായി മുറിച്ച് എണ്ണയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. അതിലേക്ക് നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് ഇളക്കി ചേർക്കണം. മിശ്രിതത്തിലുള്ള വെള്ളം വറ്റുന്നത് വരെ ഇളക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ, രുചിക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സോസ് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളിലാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, രുചിക്കനുസരിച്ച ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് വേവിക്കണം. ചിക്കനിലെ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇറക്കി വെക്കുക. ഇനി നമുക്ക് പറാട്സക്കുണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം തയ്യാറാക്കി നിർത്താം. അതിനായി 3 കപ്പോളം മൊസറല്ല ചീസ്, റെഡിയാക്കി വെച്ച ചിക്കൻ, 2 മീഡിയം സൈസുള്ള ക്യാപ്സിക്കം, 4 മീഡിയം ഉള്ളി, 6 മീഡിയം സൈസ് ടൊമാറ്റോ കുരു കളഞ്ഞത്, തയ്യാറാക്കി വെച്ച സോസ്, 4 ടേബിൾ സ്പൂൺ ഒലിവ്സ് മുറിച്ചത്. ഒലിവ്സ് ഓപ്ഷണലാണ്. ചേർക്കുകയാണെങ്കിൽ പറാട്സക്ക് പ്രത്യേക രുചിയായിരിക്കും. അടുത്തത് പറാട്സക്ക് പറാഠ പരത്താൻ വേണ്ടി തയ്യാറാക്കി വെച്ച മൈദ ആട്ട ഒന്നും കൂടി കൈകൊണ്ട് മിക്സ് ആക്കിയ ശേഷം ചെറിയ ഉരുളകളാക്കി ഈ കൂട്ടിൽ നിന്നും 20 ഉരുളകൾ കിട്ടും. അതിൽ നിന്നും 1 ഉരുള എടുത്ത് അല്പം എണ്ണ പുരട്ടി സാധാരണ ചപ്പാത്തിക്ക് മാവ് പരത്തുന്നത് പോലെ പരത്താം. രണ്ട് ചപ്പാത്തി റെഡിയാക്കിയ ശേഷം 1 ചപ്പാത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്പൂണോ മറ്റോ ഉപയോഗിച്ച് സോസ് പരട്ടണം. അതിൽ മുകളിൽ മുറിച്ച് വെച്ച ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ചിക്കൻ,
ഓലിവ്സ് എന്നിവ നിരത്തി എല്ലാ ഭാഗത്തും മോട്ട്സറല്ല ചീസ് വിതറി കൊടുക്കണം. പിന്നീട് മറ്റു ചപ്പാത്തി കൊണ്ട് ഈ പറാട്ട കവർ ചെയ്യുന്ന വിധം മുകളിൽ വെച്ചു കൊടുക്കുക. ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ച് 2 പറാട്ടകളുടെയും അരികുകൾ നന്നായി അമർത്തി പിടിപ്പിക്കുക. ഇനി ഒരു സോസ് പാൻ എടുത്ത് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ തയ്യാറാക്കി വെച്ച പറാട്സ പതുക്കെ സോസ് പാനിൽ ഇട്ടുകൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. പിന്നീട് മറിച്ചിട്ട് വീണ്ടും 2-3 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നന്നായി വേവാനും മുരിഞ്ഞതുപോലെ ആവാനും 2 സൈഡുകളിലും മറിച്ചും തിരിച്ചുമിട്ട് ഏകദേശം ഗോൾഡൻ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി പറാട്സ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൽ വെച്ചുകൊണ്ട് തന്നെ 4 കഷ്ണങ്ങളിലാക്കി മാറ്റാം. അതിനുശേഷം ഉയർത്തി നോക്കിയാൽ ചീസൊക്കെ മെൽറ്റായി പിസ്സയുടെ പരുവത്തിൽ കാണാവുന്നതാണ്. അതിൻ്റെ രൂപവും മണവുമെല്ലാം കുട്ടികളും മുതിർന്നവരും നന്നായി ഇഷ്ടപ്പെടും. പറാട്സ ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്കിഷ്ടം ആയിനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.